ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 12ഓളം കോച്ചുകളാണ് പാളം തെറ്റിയത്. 2 പേർ മരിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടി നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഈ അപകടം എപ്പോൾ ഉണ്ടായതാണ്? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചണ്ഡീഗഡിൽ നിന്നും അസമിലെ ദിബ്രുഗഡിലേക്ക് പോവുകയായിരുന്ന ദിബ്രുഗഡ് എക്സ്പ്രസ് ആണ് പാളം തെറ്റിയത്. ഈ 2:30 കൂടി ഈ ഗോണ്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് ഈ ട്രെയിന് പാളം തെറ്റിയിരിക്കുന്നത്. മംഗാപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം ഉണ്ടായത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 12ഓളം കോച്ചുകൾ പാളം തെറ്റി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ട്രെയിൻ സാമാന്യം വേഗതയിലായിരുന്നു എന്നാണ് ഈ യാത്രക്കാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചില കോച്ചുകൾ കീഴ്മറിഞ്ഞ നിലയിലാണ് അപകട സ്ഥലത്ത് ഉള്ളത്. 12ഓളം കോച്ചുകളിൽ AC കോച്ചുകൾക്ക് കാര്യമായ കേടുപാടുകൾ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ 2 പേർ മരിച്ചതായി പ്രാഥമികമായി ലഭ്യമാകുന്നുണ്ട് വിവരം. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇതുവരെയും ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് വിവരം. ഇത് രണ്ടും ഔദ്യോഗികമായ കണക്കുകളല്ല. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതേയുള്ളൂ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അപകടത്തിന്റെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് സംഭവ സ്ഥലം സന്ദർശിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഒപ്പം തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് തേടിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഈ പാളം തെറ്റുള്ള ട്രെയിൻ അപകടങ്ങൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ ഈ കവച സംവിധാനത്തിനുള്ള ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ കവച സംവിധാനമുള്ള പാതയാണോ ഇത്? പ്രജിൻ, ഈ കവച് സംവിധാനം റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന സംവിധാനമാണ്. അത് ഒരേ ട്രാക്കിലൂടെ 2 ട്രെയിനുകൾ എതിർദിശയിൽ വരുന്ന സമയത്ത് സിഗ്നലിംഗ് വഴി ആ ട്രെയിനുകളെ യാത്ര, മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സംവിധാനത്തിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത്. നിലവിൽ ഈ ദിബ്രുഗഡിൽ ഉണ്ടായിരിക്കുന്ന അപകടം എന്നുള്ളത് ട്രെയിൻ പാളം തെറ്റിയിരിക്കുകയാണ്. ട്രാക്കിലുണ്ടായ പൊട്ടലോ മറ്റെന്തെങ്കിലും അപകടമോ ആണോ ഇതിന് കാരണം എന്ന് ഇതുവരെയും വ്യക്തമല്ല. സാങ്കേതിക കാരണങ്ങളാലും ഇത്തരത്തിൽ പാളം തെറ്റൽ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ കാരണം ഇപ്പോൾ വ്യക്തമല്ല. ഈ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. ഗോണ്ടിലടക്കം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ചയിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിൽ പാളത്തിനടിയിലെ മണ്ണൊലിച്ചു പോയതോ മറ്റോ അപകടത്തിന് ഇടയാക്കുന്ന സാഹചര്യമുണ്ട്. മുൻപ് അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണവും ലഭ്യമായിട്ടില്ല. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ വിഷയത്തിലേക്ക് കൂടുതൽ വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു ഇതിനകം എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സാങ്കേതികമായ അപകടത്തിന്റെ കാരണം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് റെയിൽവേ തന്നെയാണ് ഔദ്യോഗികമായ വിശദീകരണം നൽകേണ്ടത്. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ. എന്നാൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി ഉള്ള ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം തന്നെ ദേശീയ തലത്തിൽ റെയിൽവേയുടെ അടക്കമുള്ള സംഘം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 2 പേർ മരിച്ചു, 25 പേർക്ക് പരിക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന അനൌദ്യോഗിക കണക്ക്. ശരി ബൽറാം, ഉത്തർപ്രദേശിലെ ഗോണ്ടിലാണ് ട്രെയിൻ പാളം തെറ്റിയത്. 12ഓളം കോച്ചുകൾ പാളം തെറ്റിയെന്നാണ് വിവരങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ അപകടത്തിന് കാരണമായതെന്ന് പരിശോധിച്ചു വരുന്നേയുള്ളൂ എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.